Cricket is a game of moments and the legends rise when it matters most. അതായത് ക്രിക്കറ്റിനെ ഗെയിം ഓഫ് മൊമെന്റ്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതിൽ തന്നെ ലെജൻഡുകൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമ്മർദ്ദഘട്ടത്തിലായിരിക്കും. ഇന്ത്യൻ ആരാധകരുടെ മനസ്സുകളിൽ സച്ചിനും കോഹ്ലിയും ധോണിയും യുവരാജും രോഹിത്തുമെല്ലാം ഇതിഹാസങ്ങളായി നിലനിൽക്കുന്നത് ഇത്തരം സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനാകെ പുത്തൻ ഊർജ്ജം സമ്മാനിച്ച് അവരെ ജയിക്കാൻ ശേഷിയുള്ളവരുടെ സംഘമാക്കി മാറ്റാൻ അവർക്ക് കെൽപ്പുള്ളതുകൊണ്ടാണ്. ആ നിരയിലേക്ക് ഒരു പേര് കൂടി ചേർത്ത് വയ്ക്കാം. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ മഹത്വം എന്താണെന്നും അയാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കൊണ്ടുവരുന്ന മാറ്റം എന്താണെന്നും തിരിച്ചറിയാൻ 2 ലോകകപ്പ് മത്സരങ്ങളുടെ സ്കോർ കാർഡ് പരിശോധിച്ചാൽ മതി. അതിൽ ആദ്യത്തേത് നെമീബിയക്കെതിരായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമായിരുന്നു. 22 റൺസേ ഓപ്പണറായി എത്തിയ സഞ്ജുവിന് നേടാനായിട്ടുള്ളൂ. എന്നാലും 8 പന്തിൽ നിന്ന് 3 സിക്സറും ഒരു ഫോറും സഹിതം 275 സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു തകർത്തടിച്ച മത്സരത്തിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത് 209 റൺസാണ്. തുടർന്ന് സഞ്ജുവിന് വീണ്ടും അവസരം ലഭിച്ചത് സിംബാബ്വേക്കെതിരായ മാച്ചിലാണ്. 15 പന്തിൽ നിന്ന് 24 റൺസ് മാത്രമേ അപ്പോഴും സഞ്ജുവിന് നേടാനായുള്ളൂ. എങ്കിലും 2 സിക്സറുകളും ഒരു ബൗണ്ടറിയും സഹിതം 160 മുകളിൽ പ്രഹരശേഷിയോടെ ടീമിന് നിർണായകമായ 48 റൺസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പടുത്തുയർത്താൻ സാംസണായി. പിന്നാലെ 256 റൺസ് എന്ന റെക്കോർഡ് സ്കോർ പടുത്തുയർത്താൻ ടീം ഇന്ത്യക്കായി. സൂപ്പർ 8ലെ ഇന്ത്യയുടെ 2ാം മത്സരത്തിന് പിന്നാലെ ഒടുവിൽ സഞ്ജു സാംസന്റെ ഹേറ്റേഴ്സും സമ്മതിച്ചിരിക്കുകയാണ് അയാൾ ഇന്ത്യൻ ടീമിലെ ഭാഗ്യ നക്ഷത്രമാണ്. ഈ ലോകകപ്പിൽ സഞ്ജു ഓപ്പൺ ചെയ്ത ഇന്നിംഗ്സുകളിലെല്ലാം നീലപ്പട അനായാസം 200 മുകളിൽ സ്കോർ ചെയ്തു എന്നതിന്റെ ക്രെഡിറ്റ് അയാൾക്കും കൂടി അർഹതപ്പെട്ടതാണെന്ന് ഇന്ന് വിമർശകരും തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. വളരെ വൈകിയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ പവർ ഹിറ്റർക്ക് സോഷ്യൽ മീഡിയയിൽ ആകെ അഭിനന്ദന പ്രവാഹമാണ്. മലയാളികളെക്കാൾ കൂടുതൽ സഞ്ജു സാംസൺ ഇതര സംസ്ഥാനങ്ങളിലെ ഇന്ത്യൻ ആരാധകർക്കിടയിൽ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു. അവർക്കിടയിൽ അവൻ സഞ്ജു ബാബയും സഞ്ജു ചേട്ടനുമൊക്കെയായി മാറിക്കഴിഞ്ഞു.